പരമാത്മാ പറയുന്നു, ഞാൻ കൂടെയുണ്ട്, എന്നെ യൂസ് ചെയ്യൂ. പരമാത്മാവിനെ സൂര്യനോട് ഉപമിച്ചാൽ, സൂര്യൻ ഇവിടെയുണ്ട്, തൻ്റെ ശക്തിയും തൻ്റെ വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചോയ്സാണ് സൂര്യൻ്റെ വെളിച്ചവും ഊർജവും എത്ര ഉപയോഗിക്കണമെന്ന്. ചിലർ പുറത്ത് ഗ്രൗണ്ടിലിരുന്ന് വെളിച്ചവും ഊർജവും അനുഭവിക്കുന്നു. ചിലരാകട്ടെ വലിയ സോളാർ പാനലുകൾ സ്ഥാപിച്ച് ആ വെളിച്ചവും ഊർജവും ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കുന്നു, വൈദ്യുതി ഉണ്ടാക്കുന്നു. ചിലർ ജനലും വാതിലും അടച്ചു വെച്ച് ട്യൂബ് ലൈറ്റ് ഓണാക്കി AC-യും വെച്ചിരിക്കുന്നു. അപ്പോൾ സൂര്യന്റെ വെളിച്ചവും ഊർജവും ഉപയോഗിക്കുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ വൈറ്റമിൻ D-യുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ അതിനുള്ള ഗുളിക കഴിക്കുന്നു. എന്നാൽ സൂര്യന്റെ വെളിച്ചവും ഊർജവും ഉപയോഗപ്പെടുത്തുന്നില്ല. സൂര്യനുണ്ട്, നൽകുന്നുമുണ്ട്, എന്നാൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. എങ്ങനെയാണോ സൂര്യൻ അവിടെയുള്ളത്, പരമാത്മാ സൂര്യനുമുണ്ട്. ഏത് സൂര്യൻ? ജ്ഞാനസൂര്യൻ, ശാന്തിയുടെ സൂര്യൻ, ഊർജത്തിൻ്റെ ഒരു സ്ഥിരമായ സോഴ്സ്. അതിനോട് ചോദിക്കേണ്ട കാര്യമില്ല തരൂ എന്ന്. എന്താ, നമ്മൾ സൂര്യനോട് വെളിച്ചം തരൂ എന്ന് ചോദിക്കാറുണ്ടോ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? കാരണം അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈശ്വരനോട് ചോദിക്കും, ശാന്തി തരൂ, ശക്തി തരൂ, സ്നേഹം തരൂ. കോൺസ്റ്റന്റ് ആണ്. ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ച് ആ ശക്തിയെ ജീവിതത്തിൽ ഉപയോഗിക്കണം. എപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നുവോ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കുറവ് ഇല്ലാതെയാകും. എന്നാൽ ഇപ്പോഴത് സ്വീകരിക്കുന്നുമില്ല. പകരം മറ്റു കാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും തിരയുകയും ചെയ്യുന്നു. പരമാത്മാ സ്ഥായിയായ ഊർജ സ്രോതസ്സാണ്. നമ്മുടെ ചോയ്സാണ് എപ്പോഴെല്ലാം ഈശ്വരനെ ഓർമ്മിക്കണം, എപ്പോഴെല്ലാം ഉപയോഗപ്പെടുത്തണമെന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെക്കിംഗ് നടത്തണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പൂജ ചെയ്യുമ്പോഴും സ്തുതി പാടുമ്പോഴും മനസ്സുകൊണ്ടാണോ അതോ വായ്കൊണ്ടാണോ ചെയ്യുന്നതെന്ന്. വായ്കൊണ്ട് പാടുന്നുണ്ടാവും, പക്ഷേ മനസ്സ് വേറെന്തോ ചിന്തിക്കുന്നു. എത്ര സമയം മനസ്സ് ഈശ്വരനെ ഓർമ്മിക്കുന്നുണ്ടാവും? നമ്മൾ 10 മിനിറ്റ് എടുത്ത് പൂജ ചെയ്യുന്നുണ്ട്. പൂക്കൾ അർപ്പിക്കുന്നു, മണിയടിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇടയ്ക്ക് ഫോൺ നോക്കുന്നു, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നു. ബാക്കി ദിവസത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നതും ഓർമ്മിക്കുന്നു. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയുന്നു, പൂജ കഴിഞ്ഞു, ഓം ശാന്തി. ഇതുകൊണ്ട് എന്തുണ്ടാവും? 10 മിനിറ്റ് മാറ്റിവെച്ചു. ആ 10 മിനിറ്റ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യൂ. ഒരാളോട് ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റിലേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നിങ്ങളിവിടെ വന്നു, ആരെയെങ്കിലും കണ്ടു, പരിചയപ്പെട്ടു, ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബന്ധങ്ങൾ ഏതെല്ലാം വിധമാണെന്ന് നോക്കാം. ചില ബന്ധങ്ങൾ ഇങ്ങനെയുണ്ട്, വർഷത്തിൽ 1-2 പ്രാവശ്യം കാണുന്നു. ചില ബന്ധങ്ങൾ മാസത്തിൽ 1 തവണ കാണുന്നത്. ചില ബന്ധങ്ങൾ ദിവസത്തിൽ 1 പ്രാവശ്യം കാണുന്നവരായിരിക്കും. ചില ബന്ധങ്ങൾ ദിവസത്തിൽ ഒരുപാട് തവണ സംസാരിക്കുന്നവരായിരിക്കും. ഉണ്ടാവാറില്ലേ? വർഷത്തിൽ ഒരിക്കൽ കാണുന്നവരോട് കൂടുതൽ സംസാരിക്കുമോ കുറവ് സംസാരിക്കുമോ? അവരോട് സംസാരിക്കുന്നത് താങ്കൾക്ക് സുഖമാണോ? നിങ്ങൾക്ക് സുഖമാണോ? അതെ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ കുട്ടികൾ സുഖമായിരിക്കുന്നു. അതിനുശേഷം ഇനി എന്തു ചോദിക്കാനാണ്? ദിവസവും കാണുന്നവരോട് കൂടുതൽ സംസാരിക്കുമോ കുറവ് സംസാരിക്കുമോ? കാരണം അവരോട് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞ് ഫോണിൽ അമ്മയോട് സംസാരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇതാണുണ്ടാക്കിയത്,
പിന്നെ ആ ജോലി ചെയ്തു, ഈ ജോലി ചെയ്തു, അങ്ങനെ എല്ലാം പറയും. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനാവും വിളിക്കുന്നത്. പക്ഷേ അരമണിക്കൂർ പിന്നെയും സംസാരിക്കും. വീട്ടിലുള്ളവർക്ക് തോന്നും, ഇത്രയധികം കാര്യങ്ങൾ സംസാരിക്കാൻ എവിടെ നിന്നുണ്ടായി? കുറച്ചു മുമ്പ് സംസാരിച്ചതല്ലേയുള്ളൂ, പിന്നെ വീണ്ടും ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്നുണ്ടായി? ആരോടാണോ നമ്മൾ ദിവസവും എല്ലാ കാര്യങ്ങളും പറയുന്നത്, അവരോട് പറയാനുള്ള കാര്യങ്ങളും അധികമായിരിക്കും. ഈശ്വരനോട് എത്ര പ്രാവശ്യം സംസാരിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, മൺഡേ, ഫ്രൈഡേ, സൺഡേ, രാവിലെ 10 മിനിറ്റ്. ഏതു തരം റിലേഷൻഷിപ്പാണ്? എക്സാമിന് മുൻപ്, റിസൾട്ടിൻ്റെ ദിവസം. ചിന്തിച്ചു നോക്കൂ, ഈശ്വരനോട് നമുക്ക് ഏതു തരം ബന്ധമാണുള്ളത്? പ്രശ്നം വരുന്ന സമയത്ത്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരോട് ചോദിക്കുന്നു, ഇവരോട് ചോദിക്കുന്നു, പലരോടും ചോദിക്കുന്നു. എല്ലാവരോടും ചോദിച്ച് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഈശ്വരനോട് പറയും, ഭഗവാനെ നീ തന്നെ പറയൂ എന്തു ചെയ്യണമെന്ന്. ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. എല്ലാവരോടും ചോദിക്കുന്നു. ആരിൽ നിന്നും ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഈശ്വരനോട് ചോദിക്കുന്നു. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് വേണ്ടത്? ആദ്യം ഭഗവാനോട് ചോദിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റൊരാളോടും ചോദിക്കേണ്ടതായേ വരില്ല. എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആദ്യം ആരുടെ ഓർമ്മയാണ് വരിക? ആരോടൊപ്പമാണോ നമുക്ക് ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളത്, അവരുടെ ഓർമ്മ. ഏതൊരു കാര്യം വരുമ്പോഴും ആദ്യം അവർക്കാണ് ഫോൺ ചെയ്യുക, ആരോടാണോ ക്ലോസ് റിലേഷൻ ഉള്ളത്. ഈശ്വരനോട് നമ്മൾ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ പ്രശ്നം പറയേണ്ട കാര്യം പോലും വരില്ല. എന്നാൽ അതിന് പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളിലും ഈശ്വരനോട് സംസാരിക്കുന്ന ശീലമുണ്ടാക്കണം. ഇക്കാലത്ത് ആളുകൾ പറയാറുണ്ട്, ബന്ധം സൂക്ഷിച്ചു വെക്കൂ, പ്രയോജനപ്പെടുന്ന വ്യക്തിയാണ്. പറയാറില്ലേ? എപ്പോൾ ആവശ്യം വരുമെന്ന് പറയാനാവില്ലല്ലോ. ആളുകളുടെ വിസിറ്റിംഗ് കാർഡും സൂക്ഷിച്ചു വെക്കുന്നു, കാര്യം വരുമ്പോൾ വിളിക്കാനായി. ഈശ്വരനും പ്രയോജനമുള്ളയാളാണ്. ബന്ധം സൂക്ഷിച്ചു വെക്കും.